ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് വിഭവമാണ്, ബീഫ് തോരൻ. അപ്പോൾ നമ്മുടെ ഈ ഈസി ടേസ്റ്റി റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ബീഫ് തോരൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചധികം വെളിച്ചെണ്ണ വേണം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ചും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല പച്ചമണം നന്നായി പോകണം. അതിനുശേഷം നമുക്ക് 4 സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല ഇടത്തരം വലിപ്പത്തിലുള്ള സവോളയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്നിങ്ങനെ വഴന്ന് വരണം. വഴന്ന് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ബ്രൗൺ കളർ ആവണ്ട, പക്ഷേ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇനി വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ മുളക് പൊടിയല്ല ഈ ബീഫ് തോരനായതുകൊണ്ട് ചേർക്കുന്നത്, നമ്മൾ ക്രഷ്ഡ് ചില്ലി അഥവാ ഇടിച്ച മുളകാണ് ചേർക്കുന്നത്. അത് നമ്മൾ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കൂടുതലല്ല, പാകത്തിനാണ്. പക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് ഒട്ടും എരി പറ്റാത്തവർക്ക് 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്താൽ മതി. പിന്നെ മുളക് എന്ന് പറഞ്ഞാൽ പലതും പല എരിവിലാണ്. ചിലത് നല്ല എരിവുണ്ടായിരിക്കും, ചിലത് കുറവായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് മല്ലിപ്പൊടി നമുക്ക് 2 ടീസ്പൂൺ ചേർത്താൽ മതി. മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഒരുപാട് നമുക്കിതിന് വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പൊടികളുടെ എല്ലാം നന്നായിട്ട് പച്ചമണം മാറണം. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല എന്ന് പറയുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക മാത്രം, അത് 3 മാത്രം ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സാധാരണ ഗരം മസാല ചേർക്കാം, പക്ഷെ അതിൻ്റെ 3ൻ്റെയും ഫ്ലേവർ മാത്രമാണ് ഇതിന് വേണ്ടത് ശരിക്കും. പിന്നെ നമുക്ക് 1 കപ്പ് വരെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. കാരണം ഞാൻ 1/2 കിലോയാണ് ബീഫ് എടുത്തിരിക്കുന്നത്. ബീഫ് ഞാൻ മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ട് 1 വിസിലും. പിന്നെ 8 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വേറൊന്നും ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്തിട്ടുണ്ട്, അല്ലാതെ ഒന്നും ഞാൻ ബീഫ് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതൊന്നിങ്ങനെ ഇളക്കി നന്നായി മസാലയോട് മിക്സ് ആവുന്നത് പോലെ ഇളക്കി നമ്മൾ ഒന്നിങ്ങനെ വറുത്ത പോലെ വരണം, അതുവരെ ഇളക്കിയെടുക്കണം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 1/2 കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി പെരുംജീരകപ്പൊടിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് പെരുംജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെയാണ് ഈ ബീഫ് തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഈ മസാലകളെല്ലാതും ബീഫിൽ നന്നായി പിടിക്കണം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കണം. അതായത് ഇളക്കി അപ്പം തന്നെ എടുക്കരുത്, കുറച്ച് നേരം വെക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് തോരൻ റെഡിയായി. അപ്പോൾ ഈ ബീഫ് വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചിക്കൻ തോരനും ചെമ്മീൻ തോരൻ, കൂന്തൽ തോരൻ, അങ്ങനെ പലതരം തോരൻ വയ്ക്കും. അതുപോലെ നമ്മൾ ബീഫ് തോരനും വയ്ക്കും. അപ്പോൾ ബീഫ് വിഭവങ്ങൾ ഇഷ്ടമുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുക, പൊറോട്ട, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ ഒപ്പം ചേർന്ന് പോകുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ ബീഫ് തോരൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ഈസി ടേസ്റ്റി ബീഫ് തോരൻ റെസിപ്പി.